നിങ്ങളൊരു കമ്മിറ്റഡ് റിലേഷൻഷിപ്പ് ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ ഇനി പറയാൻ പോകുന്ന 3 ടൈപ്പ് ആളുകളുമായിട്ട് ഡേറ്റ് ചെയ്യാൻ നിൽക്കരുത്. അങ്ങനെ ഡേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കമ്മിറ്റഡ് ആയ അല്ലെങ്കിൽ സീരിയസ് ആയ റിലേഷൻഷിപ്പ് ഫൈൻഡ് ചെയ്യുന്നതിന് ബുദ്ധിമുട്ടായിരിക്കും. ഒന്ന്, റിലേഷൻഷിപ്പിന് റെഡി ആയിട്ടുള്ള ആളുകളായിരിക്കില്ല, പക്ഷെ അവർക്ക് ആവശ്യം ഇന്റിമസി വേണം എന്നുള്ളതായിരിക്കും. സോ ഇന്റിമസി മാത്രം ആഗ്രഹിച്ചുകൊണ്ട് റിലേഷൻഷിപ്പിന് താല്പര്യമില്ല എന്ന് പറയുന്ന ആളുകളുമായിട്ട് ഡേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഒരു കമ്മിറ്റഡ് റിലേഷൻഷിപ്പ് ഫൈൻഡ് ചെയ്യുന്നത് ബുദ്ധിമുട്ടായിരിക്കും. ബിക്കോസ് അവരാഗ്രഹിക്കുന്നത് ഒരു ലോങ് ടേം റിലേഷൻഷിപ്പിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതല്ല, പകരം ജസ്റ്റ് ഇന്റിമസി ഫോക്കസ് ചെയ്യുന്നു എന്നുള്ളതാണ്. 2, നിങ്ങളോടൊപ്പം റിലേഷൻഷിപ്പിലാകണം എന്ന് പറയുകയും അതേസമയം ഫ്രണ്ട് എന്ന ലേബലിൽ എല്ലാ ആളുകളോടും നിങ്ങളോട് എങ്ങനെയാണോ പെരുമാറുന്നത് അല്ലെങ്കിൽ ഫ്ലേർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആളുകളുമായി ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കമ്മിറ്റഡ് റിലേഷൻഷിപ്പ് ഫൈൻഡ് ചെയ്യുന്നത് ബുദ്ധിമുട്ടായിരിക്കും. 3, എല്ലായ്പ്പോഴും കംപ്ലൈന്റ് പറയുകയും എന്നാൽ ഒരു ആക്ഷനും എടുക്കാത്ത ആളുകൾ ഉണ്ടായിരിക്കും. കംപ്ലൈന്റ് എന്തിനെ കുറിച്ചും ആയിരിക്കാം, ഒരു പക്ഷെ ലൈഫിൽ നടക്കുന്ന ഒരു സിറ്റുവേഷൻസിനെ കുറിച്ചായിരിക്കാം, അല്ലെങ്കിൽ മൊത്തത്തിൽ ലൈഫിനെ കുറിച്ചായിരിക്കാം, അതല്ലെങ്കിൽ അവരുടെ എക്സിനെ കുറിച്ചായിരിക്കാം, അതായത് മുൻപ് റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നെങ്കിൽ ആ വ്യക്തിയെ കുറിച്ചായിരിക്കാം. ഇത്തരത്തിൽ ഒരു കാര്യങ്ങളുടെയും ഉത്തരവാദിത്തം ഏറ്റെടുക്കാതെ എല്ലായ്പ്പോഴും മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ചും മറ്റുള്ള വ്യക്തികളെ കുറിച്ചും കുറ്റം പറയുക മാത്രമാണ് ചെയ്യുന്നത്. എന്നാൽ ഒരു കാര്യത്തിനും ആക്ഷൻ എടുക്കാതെ മുന്നോട്ട് പോവുകയും ചെയ്യുന്നു. ഇങ്ങനെയുള്ള ആളുകളുമായിട്ടും നിങ്ങൾ ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്യാൻ സാധിക്കില്ല. സോ ഈ 3 മിസ്റ്റേക്ക് ഒഴിവാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കമ്മിറ്റഡ് റിലേഷൻഷിപ്പ് മാനിഫെസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇതിന്റെ കൂടെ തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു സ്നേഹബന്ധം, ഒരു ലവ് റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാവുന്ന ഒരു മെത്തേഡാണ് ലോ ഓഫ് അട്രാക്ഷൻ പ്രകാരമുള്ള അഫർമേഷൻ. സോ ലവ് മാനിഫെസ്റ്റേഷൻ അഫർമേഷൻ പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. ആവശ്യമുള്ള ആളുകൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ജസ്റ്റ് ഒന്ന് ലവ് മാനിഫെസ്റ്റിംഗ് അഫർമേഷൻ എന്നുള്ളത് ടെക്സ്റ്റ് ചെയ്യുക, അഫർമേഷൻ അയച്ചു തരുന്നതാണ്. അത് കണ്ടിന്യൂസ് ആയി ഒരു 21 ഡേയ്സ് എങ്കിലും പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നിങ്ങൾ ആഗ്രഹിക്കുന്ന റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്യാൻ സാധിക്കട്ടെ.